പെരുന്നയും രമേശ് ചെന്നിത്തലയുമായുള്ള മഞ്ഞുരുക്കം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. അതിലേക്ക് വരുന്നതിന് മുൻപ് എനിക്ക് പ്രാഥമികമായി അങ്ങയോട് ചോദിക്കാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഇനി സാമുദായിക ശക്തികൾക്ക് നിർണായകമായ സ്വാധീന ശക്തി ചെലുത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിൽ അവശേഷിക്കുന്നുണ്ടോ? സാമുദായിക ശക്തികൾക്ക് അവരെ ഉണ്ടെന്ന് വിചാരിക്കുന്ന പോലെയുള്ള സ്വാധീനം ഇനിയുള്ള കാലത്ത് ചെലുത്താൻ പറ്റുകയില്ല. അത് NSSനാവട്ടെ SNDPക്കാവട്ടെ, അതല്ല കത്തോലിക്ക സഭയ്ക്കോ അല്ലെങ്കിൽ മറ്റ് സമുദായ സംഘടനകൾക്കോ ചെലുത്താൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അതിൽ വേറൊരു ഘടകമുണ്ട്. ഇപ്പോൾ സമുദായങ്ങൾക്കിടയിൽ പൊതുവെ ഒരു അതൃപ്തിയുണ്ട് എന്ന് വിചാരിക്കണം. ഇപ്പോൾ നായർ സമുദായം അല്ലെങ്കിൽ ഈഴവ സമുദായം മൊത്തത്തിൽ ഞങ്ങൾ അവഗണിക്കപ്പെടുന്നു, ഞങ്ങൾക്ക് LDFിൽ നിന്ന് നീതി കിട്ടുന്നില്ല, അല്ലെങ്കിൽ UDFിൽ നിന്ന് നീതി കിട്ടുന്നില്ല, കോൺഗ്രസിൽ നിന്ന് നീതി കിട്ടുന്നില്ല എന്നൊരു തോന്നൽ അവരുടെ ഭാഗത്ത് ഉണ്ടാവുകയാണ്. പ്രത്യേകിച്ച് ഭരിക്കുന്ന സമയത്താണ്. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് അങ്ങനെ ഭയങ്കരമായൊരു വികാരം ഉണ്ടായി. പ്രത്യേകിച്ച് ലീഗിൻ്റെ 5ാം മന്ത്രിസ്ഥാനം കൊടുത്തതിന് ശേഷം. അതിനു മുമ്പ് അത്ര ഉണ്ടായിരുന്നില്ല. മുസ്ലിം ലീഗിന് 5ാം മന്ത്രിസ്ഥാനം കൊടുക്കും. സത്യത്തിൽ 5ാം മന്ത്രിയിൽ നിന്ന് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വകുപ്പ് വിഭജിച്ച് പുതിയതായൊരു മന്ത്രിക്ക് കൊടുത്തു എന്ന് വാദിക്കുന്നു. പക്ഷേ അതുണ്ടാക്കിയ ഒരു വലിയ ദുസ്വാധീനം കേരള രാഷ്ട്രീയത്തിൽ ഭയങ്കരമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ ഭൂരിപക്ഷ സമുദായക്കാർക്ക് ഇവിടെ രക്ഷയില്ലെന്നൊരു തോന്നൽ RSSകാരുണ്ടാക്കിയതല്ല. ഭൂരിപക്ഷ സമുദായക്കാരുടെ ഇടയിൽ സ്വാഭാവികമായിട്ടും ഉണ്ടായി വന്നു. അതിൻ്റെ നേതൃസ്ഥാനത്ത് SNDP NSS പോലുള്ള സംഘടനകൾ നിന്നു. അവർ ആ ഒരു വികാരത്തെ ഇവരും പ്രതികരിച്ചു. അപ്പോൾ സാധാരണക്കാരുടെ ഇടയിൽ അങ്ങനെ ഒരു വികാരം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് പിന്നീട് ഈ വെള്ളാപ്പള്ളി നടേശൻ BDJS ഉണ്ടാക്കിയത്. നായാടി മുതൽ നമ്പൂരി വരെയുള്ള ഒരു ഐക്യം എന്നൊരു പുതിയ സ്ലോഗൻ കൊണ്ടു. അതിൻ്റെ തന്നെ ഒരു മറ്റൊരു തരത്തിലുള്ള ബഹിർസ്ഫുരണമായിരുന്നു. ഇപ്പം നിങ്ങൾ അല്പം മുമ്പ് പ്രേക്ഷകരെ കേൾപ്പിച്ച സുകുമാരൻ നായരുടെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടത്തിയ പ്രസംഗം. തെരഞ്ഞെടുപ്പിന് മുമ്പ് വിലാസ് റാവു ദേശ്മുഖ് എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ വലിയ നേതാവിയോട് വന്ന് പെരുന്നയിലെത്തി. സുകുമാരൻ നായർക്കും അന്ന് പണിക്കർ സാറുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിനും ഉറപ്പ് കൊടുത്തിരുന്നു, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UDFിന് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയ്ക്ക് അർഹമായ ഒരു സ്ഥാനം നൽകാം എന്ന രീതിയിൽ. പക്ഷേ ആ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല എന്നുള്ളിടത്തായിരുന്നു സത്യത്തിൽ സുകുമാരൻ നായരുടെ ഈ പൊട്ടിത്തെറിക്കലുണ്ടായത്. അല്ലാതെ അദ്ദേഹം മുഖ്യമന്ത്രിയെ ഗൺ പോയിന്റിൽ നിർത്തിയ ഒരു ആവശ്യം പുതുതായിട്ട് ഉന്നയിക്കായിരുന്നു. അപ്പോൾ NSSന് കൊടുത്ത വാക്ക് പാലിക്കപ്പെടാതിരിക്കും. അതേ സമയത്ത് മുസ്ലിം ലീഗിന് ഒരു 5ാം മന്ത്രിസ്ഥാനം താലത്തിൽ വെച്ച് കൊടുക്കുകയും ചെയ്തു എന്നിടത്താണ് ഇവരുടെയൊക്കെ പരാതി ഉണ്ടായിരുന്നത്. ഓരോ സമുദായത്തിനും അവരവരുടേതായ പരാതികളുണ്ട്. UDF രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ പരാധീനത ഇതാണ്. അവിടെ മിക്കവാറും കാര്യങ്ങളൊക്കെ ജാതി മത അടിസ്ഥാനത്തിലാണ് വീതം വയ്ക്കുക. ആ ജാതിക്ക് ഇത്ര കിട്ടി, ഈ ജാതിക്ക് ഇത്ര കിട്ടി, ഞങ്ങൾക്ക് അത് കിട്ടിയില്ല, ഞങ്ങൾക്ക് മറ്റത് കിട്ടിയില്ല, ഇങ്ങനെയൊക്കെയുള്ള പരാതിയുണ്ട്. ഇതിപ്പോൾ AKJ സെൻറ്റർ റിപ്പോർട്ട് ഇതുപോലുള്ള അവകാശവാദമൊന്നും ആർക്കും ഉന്നയിക്കാൻ പറ്റില്ല, അവിടെ നടക്കില്ല, പോയിക്കോളം പറയും. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു അന്ന് ഇതുപോലൊരു വിവാദം ഉണ്ടായത്. 11 കൊല്ലം മുമ്പുണ്ടായ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അത്ര പ്രസക്തമല്ല. അതിനുശേഷം പെരിയാറിൽ കൂടിയും പമ്പയിൽ കൂടിയും ചാലിയാറിൽ കൂടിയൊക്കെ ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി. ഇപ്പോൾ പ്രസക്തമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രി പോരാട്ടം തന്നെയാണല്ലോ. അഡ്വക്കേറ്റ് ജയശങ്കർ, യഥാർത്ഥത്തിൽ പെരുന്ന ഇപ്പോൾ ചെന്നിത്തലയോട് കാണിക്കുന്നത് ചെന്നിത്തലയോടുള്ള പ്രിയമാണോ സതീശനോടുള്ള എതിർപ്പാണോ? അല്ല, ഇതിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ ഉമ്മൻചാണ്ടി മന്ത്രിസഭ ഉണ്ടാക്കിയ സമയത്തെ ഒരു കാര്യം ഞാൻ പറയാം. 2011 രണ്ടുപേരുടെ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമ്പോൾ അന്ന് നായർ സമുദായത്തിൽ നിന്ന് യോഗ്യന്മാരായ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മിനിമം ആൾക്കാരെല്ലാം എടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ കണക്കുണ്ട്. KP മോഹനൻ ജനതാദളിൽ നിന്നുണ്ടായിരുന്നു, അദ്ദേഹത്തെ മന്ത്രിയാക്കണം. KB ഗണേഷ് കുമാർ കേരള കോൺഗ്രസ് Bയിൽ നിന്നുണ്ടായിരുന്നു, അദ്ദേഹത്തെ മന്ത്രിയാക്കണം. പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഉമ്മൻചാണ്ടി ഗൗരവത്തിൽ ഒഴിവാക്കാൻ പറ്റുകയില്ല. ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ പിന്നെ ഒരാളെ മന്ത്രിയാക്കി എടുക്കുമ്പോൾ ആരെ വരും എന്നൊരു ചോദ്യം വന്നപ്പോഴാണ് ഒന്നുകിൽ സതീശൻ, അല്ലെങ്കിൽ ചെന്നിത്തല, അല്ലെങ്കിൽ സതീശൻ, അല്ലെങ്കിൽ മുരളീധരൻ, ഇവിടെ കൈ ഗ്രൂപ്പുകാർ. അതുമല്ലെങ്കിൽ ആർക്കും മറ്റു തരത്തിൽ താല്പര്യമില്ലാത്ത ഒരാളുടെ പേരാണ് NSS മുന്നോട്ട് വെച്ചത്. അത് ശിവകുമാറിൻ്റെ പേര്. ശിവകുമാർ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ടുന്ന ആളല്ല. ഞാൻ പറഞ്ഞ അദ്ദേഹം മോശക്കാരനെന്നുള്ള അർത്ഥത്തിലല്ല. അദ്ദേഹത്തെക്കാൾ സീനിയറായിട്ടുള്ള എത്രയോ പേരുണ്ടായിരുന്നു. കാർത്തികേയനുണ്ടായിരുന്നു ഐ ഗ്രൂപ്പിൽ, അല്ലെങ്കിൽ സതീശനുണ്ടായിരുന്നു, നല്ല പാർലമെൻറ്റേറിയൻ എന്ന രീതിയിൽ. മുരളീധരൻ ഉണ്ടായിരുന്നു, മരിച്ചുപോയ കരുണാകരൻ്റെ മകൻ എന്നതല്ലേ. ഇവരാരും പരിഗണിക്കാതെ ശിവകുമാറിനെ മന്ത്രിയാക്കിയതുണ്ട്. അത് കഴിഞ്ഞ് ഈ വിഷയം KPCC എക്സിക്യൂട്ടീവിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ എൻ്റെ ഓർമ്മ KC വേണുഗോപാൽ സതീശനെ ഗുണദോഷിച്ചു. പെരുന്നയിൽ പോലും ഇയാളെ ആർക്കും വലിയ പ്രിയമില്ലായിരുന്നു എന്ന്. അപ്പോൾ സതീശൻ കോപാകുലനാകിയ പുള്ളി പറഞ്ഞു, ഒരു സമുദായ നേതാവിൻ്റെ തിണ്ണനിറങ്ങിയിട്ട് എനിക്ക് കേരളത്തിൽ മന്ത്രിയാകണ്ട. അങ്ങനെ ഒരു നിലപാട് അന്ന് മുതൽ ഇന്ന് വരെ എടുത്തിട്ടുള്ള ആളാണ് സതീശൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് പ്രത്യേകിച്ച് ഒരു സമുദായ സംഘടനയ്ക്ക് വലിയ സ്നേഹം ഉണ്ടാകാൻ തരമില്ല.
ഇതേ പ്രശ്നം തന്നെ വെള്ളാപ്പള്ളി നടേശനുണ്ട്. സതീശനെ സംബന്ധിച്ച് സതീശൻ ആ കണിച്ചുകുളങ്ങരയിൽ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുകയോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ വന്ദിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇതേ പ്രശ്നം തന്നെ സുകുമാരൻ നായർക്കുണ്ട്. അപ്പോൾ ഈ രണ്ടുപേർക്കും അതല്ല, അല്ലെങ്കിൽ ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇവർ രണ്ടുപേരും ഒരേ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. വെള്ളാപ്പള്ളി നടേശന് ഇപ്പോൾ പകലാണെന്ന് പറഞ്ഞാൽ സുകുമാരൻ നായർ രാത്രി ഇടുന്നു, മറിച്ചും ഇത് തന്നെ ചെയ്യും. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്ക് പെട്ടെന്ന് ഒരു ആശയ ഐക്യമുണ്ടായത് അത് രമേശ് ചെന്നിത്തലയോടുള്ള സ്നേഹത്തേക്കാൾ ഉപരിയായിട്ട് സതീശൻ്റെ ഈ തരത്തിലുള്ള നിഷേധാത്മകമായ രാഷ്ട്രീയം, അത് സമുദായ സംഘടനകൾക്ക് അധികം ചെവി കൊടുക്കുകയില്ല, അവരെയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്തും എന്ന ഒരു നിലപാട്. അദ്ദേഹം പൊതുവേ ഏത് കാര്യത്തിലും ഇതുപോലെ നിലപാടുകളാണ്. ആ നിലപാടിനൊക്കെ എന്ത് സംഭവിക്കുന്നുള്ള വേറെ ചോദ്യമാണ്. ഇനിയിപ്പോൾ അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഔട്ട്കം എന്തായിരിക്കും എന്നുള്ളത് ഞാനിപ്പോൾ ഒരു പ്രവചനത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ സതീശൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അങ്ങനെ ആർക്കും വഴങ്ങുന്ന സ്വഭാവക്കാരനല്ല. നമ്മൾ സാധാരണ പ്രവർത്തകരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുണ്ടല്ലോ, പ്രവർത്തകരോടൊക്കെ സ്നേഹമായിട്ട് സംസാരിക്കും. പക്ഷേ അപ്പോഴും സതീശൻ അവരെ അങ്ങനെ കെട്ടിപ്പിടിക്കുമോ ഉമ്മയ്ക്കുമോ കൈപിടിച്ചു കുലുക്കുമോ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. അതേ നിലപാട് തന്നെ സമുദായ നേതാക്കന്മാരോടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഗതിയുണ്ട്. പിന്നെ സതീശന് ഈ ക്രൈസ്തവ വിഭാഗത്തിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നു എന്നൊരു വിഷയം കൂടിയുണ്ട്. അദ്ദേഹം ഈ വരുന്ന ദിവസം മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിക്കണം. എനിക്ക് തോന്നുന്നത് സി അച്യുതമേനും ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് ശേഷം ഈ അക്രൈസ്തവരായ ആരും തന്നെ അവിടെ മാരാമണ്ണിൽ പ്രസംഗിച്ചിട്ടില്ല. പലരും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാലകൃഷ്ണപിള്ള സാർ അദ്ദേഹത്തിൻ്റെ നല്ല കാലത്ത്, ഇപ്പോഴൊന്നുമല്ല, ഏർലി 70s മാവേലിക്കര MP ആയിരിക്കുന്ന സമയത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. പിന്നീട് അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് 74 മറ്റോ അദ്ദേഹവും പ്രസംഗിച്ചിട്ടുണ്ട്. അല്ലാതെ സാധാരണ അവിടെ അങ്ങനെ പ്രസംഗിക്കാൻ മൈക്കോച്ചു കൊടുക്കാറില്ല. കാരണം അതൊരു സുവിശേഷ യോഗമാണ് അതുകൊണ്ട്. അപ്പോൾ അവിടെ വരെ സതീശനൊരു സ്വീകാര്യത കിട്ടുന്നു. മിക്കവാറും എല്ലാ സഭകളും ഇദ്ദേഹത്തെ ആനയിക്കുന്നു, ആശ്ലേഷിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു സംഗതി ഉണ്ടായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കൂടി ഒരു പ്രതിഫലനമായിരിക്കാം ഒരു പക്ഷേ ഈ കണിച്ചുകുളങ്ങരയിലും പെരുന്നയിലും പെട്ടെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായ വലിയ സ്വീകാര്യത എന്ന് വിചാരിക്കാൻ കാരണമുണ്ട്. ഓക്കെ, ശരി. ശ്രീ N. ശ്രീകുമാർ.